എല്ലാവരും തന്നെ കുട്ടികളുടെ അടുത്ത് പോയി ഡാൻസ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഒരാൾ കണ്ടതിന് ശേഷം 1 മണിക്കൂറിന് ശേഷവും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചിരിക്കുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് കമന്റ് ഇടുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. ഉൺഹയെ ഫോളോ ചെയ്ത് വന്ന ആളെ ഉൺഹ കണ്ട് കഴിയുമ്പോഴത്തേക്കും നേരത്തെ ഡോഹിയുമായിട്ട് ഇതേ വ്യക്തി തന്നെ വഴക്കുണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ അവൾ ഓർക്കുകയും അവൾ ഡോഹിനെ രക്ഷിക്കുവാനായിട്ട് അവന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ അയാൾ വന്നിട്ട് ഉൺഹനെ തള്ളിയിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചീഹോനും നീ ആരാണെന്നൊക്കെ അയാളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ അനീതിനെ ഡോഹി കൊന്നതാണ് എന്നൊക്കെ അവനും പറയുകയാണ്. ചേയുടെ അമ്മയും ഇപ്പോൾ ഹിനുവിനെ കോൾ ചെയ്തതിന് ശേഷം ചേയുടെ സഹോദരൻ ചേയിനെ കൊന്നതിന്റെ ശിക്ഷയൊക്കെ ഡോഹിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തേഴ്സ്ഡേ ഡിയറിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവനെയും അറിയിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ ചർച്ച പോലെയൊക്കെ നടത്തുകയാണ്. കൂടുതല് ചേയുടെ അമ്മയും സഹോദരനും അതുപോലെ തന്നെ ഹിനുവും എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചീഹുവിന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന ഏത് കാര്യവും നീ ചെയ്യുമെന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുവാനായിട്ടായിരുന്നു ചേയുടെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചീഹോനും അത് കേട്ട ഉടനെ തന്നെ മുട്ടുകുത്തി നിന്നിട്ട് ചേയുടെ സഹോദരന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നു. ഇനി നീ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക കൂടി ചെയ്യണമെന്ന് ചേയുടെ സഹോദരൻ പറയുമ്പോഴത്തേക്കും അത് മാത്രം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അവന് പുതിയൊരു ലൈഫ് കൊടുക്കുവാനായിട്ടായിരുന്നു ഞാൻ ശ്രമിച്ചത്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയൊക്കെ അവൻ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയിരിക്കെ ഇനി ഞാൻ അവന്റെ കൂടെ നിന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ചിഹോൻ പറയുമ്പോഴത്തേക്കും ഡോഹയ്ക്ക് ജോലിക്ക് ഇപ്പോൾ കിട്ടി, പക്ഷെ എന്റെ സഹോദരിക്ക് ജോലിക്ക് കയറുവാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല, അവൾ മരിച്ചുപോയില്ലേ എന്നൊക്കെ സഹോദരനും ചോദിക്കുന്നു. ഈ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ കാണിക്കുന്നത്. ചേയുടെ ബർത്ത്ഡേ ആയിട്ടുണ്ടായിരുന്ന ഒരു ദിവസം ഒരു ബൈക്കൊക്കെ കടമെടുത്തുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ബീച്ചൊക്കെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു ഡോഹി വിചാരിച്ചത്. അവനും അവൾക്കൊരു ബ്രേസ്ലെറ്റ് ഒക്കെ സമ്മാനമായിട്ട് നൽകുന്നുമുണ്ട്. അതൊക്കെ കണ്ട് ഹാപ്പി ആകുന്ന അവളും അവനൊരു കിസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ അങ്ങനെ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അതൊക്കെ കേട്ട് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഡോങ്കിയും. പക്ഷെ പെട്ടെന്ന് ഒരു വണ്ടിക്ക് ഇടയ്ക്കുന്ന് കയറി വന്നപ്പോഴത്തേക്കും അവനും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു വണ്ടിക്ക് ഇടിച്ചിട്ടാണ് ഇവർക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആ ഒരു ആക്സിഡന്റിലായിരുന്നു ചെയ് മരിച്ചതും. ഡോഹിയും അവന്റെ ജോലിയൊക്കെ നിർത്തിയിട്ട് കമ്പനിക്ക് ഉപേക്ഷിച്ച് പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫെനുവും അതിന്റെ ഇടയ്ക്ക് കയറി ഇടപെടുന്നു. ഡോഹി ഇപ്പോൾ തന്നെ ഒരുപാട് സഹിച്ചിട്ടൊക്കെ ഉണ്ട്. അവനും പിന്നീട് പഠിക്കുവാനായിട്ട് പോലും പോകാതെ ഇപ്പോഴും അവൾ മരിച്ചതിന്റെ കുറ്റബോധത്തിലൊക്കെയാണ് ജീവിച്ചു വരുന്നത്. ഇനിയെങ്കിലും അവനെ വെറുതെ വിട്ടൂടെ എന്നൊക്കെ ആയിരുന്നു അവന് ചോദിച്ചതും. അങ്ങനെ കുറ്റബോധത്തിൽ നിൽക്കുന്ന ഡോക്ടറുടെ മുഖമൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്കും ആകെ വിഷമമൊക്കെ തോന്നിയിട്ട് മകനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഡോഹിയും ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഓൺഹയും അവന്റെ അടുത്തൊക്കെ ചെന്നിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് എനിക്ക് ഒരാളുടെ അടുത്ത് ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അയാളെ കാണാതെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കാരണമാണ് അതെല്ലാം തന്നെ സംഭവിച്ചതെന്നൊക്കെ വിചാരിച്ച് ഞാനും എന്നെ തന്നെ കുറ്റപ്പെടുത്തിയൊക്കെയിരുന്നു. പക്ഷെ ഒരുപാട് കാലങ്ങളോളം കരഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ശരിക്കും ഇതുപോലെ കരഞ്ഞല്ല ഇരിക്കേണ്ടത്, മറിച്ച് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ സന്തോഷിച്ചിരിക്കുന്നത് കാണുവാനായിട്ടാണ് അവന് ഇഷ്ടമെന്ന കാര്യമൊക്കെ ഞാനും മനസ്സിലാക്കിയത്. നിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെയാണ്. നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുവാനാണ് അവളും എപ്പോഴും ആഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുടെ അമ്മയുടെ അടുത്ത് നിന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ ഡോഹിക്കും വരുന്നത്. ഇത്രയും നാളും നീ എന്റെ മകളെ ഓർത്തല്ലേ ജീവിച്ചത്, പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. നീയും എന്റെ മകളെയൊക്കെ മറന്നിട്ട് നല്ലൊരു ലൈഫൊക്കെ ജീവിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ മകളും അതായിരിക്കും ആഗ്രഹിക്കുക. അവളും സന്തോഷമായിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നുമുണ്ടാവുക എന്നൊക്കെ അമ്മയും അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അവനും ആകെ വിഷമിക്കുന്നു. ഞാൻ ചെയ്യുടെ അടുത്ത് ചെയ്ത കാര്യം എപ്പോഴും എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞാനും ഇനിയുള്ള കാലം ജീവിക്കുക എന്നൊക്കെ ആയിരുന്നു അവനും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോഹിക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ടീമിലെ ആൾക്കാരും. അങ്ങനെ ഇരിക്കെ ജിഹ്വാന് തണുത്ത ജ്യൂസും അതുപോലെ തന്നെ ഉൺഹയ്ക്കും ഹ്യുൻവൂനും ചൂടുള്ള കോഫിയുമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നീ ഇപ്പോൾ ചൂടുള്ള എന്തെങ്കിലും കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹയും കയ്യിലുണ്ടായിരുന്ന കോഫിയൊക്കെ ഡോഹിക്ക് കൊടുക്കുമ്പോഴത്തേക്കും എന്നാൽ നീ എന്റെ കോഫി കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യുൻവു തന്റെ കോഫി എടുത്തിട്ട് ഉൺഹയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ നീ തണുത്ത എന്തെങ്കിലും കുടിച്ചാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് ചീഹ്വാൻ ഉൺഹയ്ക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന തണുത്ത ജ്യൂസ് ഒക്കെയാണ് നൽകുന്നത്. സോ അവരങ്ങനെ അവരുടെ സാധനങ്ങളെല്ലാം തന്നെ ഉൺഹയ്ക്ക് കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ജെയ്സോയും എല്ലാവരെയും ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. അവരും ഡോഹയ്ക്ക് ഇഷ്ടമുള്ള ചിക്കനൊക്കെ അവൻ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്ത് അവരിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാനായിരുന്നു ഡോഹയുടെ കേസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് തേഴ്സ്ഡേ ഡിയറിലൊക്കെ അവൻ ചേരുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും അതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾ എത്രത്തോളം നന്നായിട്ടാണ് അവനെ നോക്കുന്നതെന്ന സത്യമൊക്കെ ഞാനും മനസ്സിലാക്കിയത്. ഡോഹിനെ ഒരു ഫാമിലി ആയിട്ടൊക്കെ കണ്ട് അവനെ അത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്റെ മനസ്സൊക്കെ മാറി എന്നൊക്കെ ഹ്യുൻവുവും അറിയിക്കുന്നു.
ക്രിമിനൽസ് ഒരിക്കലും മാറുകയില്ല എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ ക്രിമിനൽസും ഒരുപോലെ അല്ല എന്ന സത്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. യാങ്ങും ഉൺഹേനെ നോട്ടമിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉൺഹയുടെ അടുത്ത് പ്രത്യേകമായിട്ടൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ ഹ്യുൻവോ പറയുമ്പോഴത്തേക്കും ഇതേ കാര്യം തന്നെയാണ് എനിക്ക് നിന്റെ അടുത്തും പറയുവാനുള്ളത്. നീയും ഉൺഹനെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമുക്കും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീഹ്വാനും ഹ്യുൻവോവും കൈയൊക്കെ കൊടുക്കുന്നു. ഓൺഹയും ജിഹ്വാനും ഒന്നിച്ച് നടന്നൊക്കെ വരുമ്പോഴത്തേക്കും എന്റെ കൂടെയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുപോലെ തന്നെ അവരെന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഞാനുമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു നേരത്തെ അവർ വന്ന സമയത്ത് പോലും ഞാനും അവരുടെ മുന്നിൽ മുട്ടിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചിഹ്വാനും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിഹ്വാൻ എത്രത്തോളം നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ ശരിക്കും മുൻഹ മനസ്സിലാക്കുകയായിരുന്നു. പിന്നീട് അവർ ഒരു വ്യൂ പോയിന്റിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും നിന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നീ ഇവിടെ നിന്നും അതൊക്കെ വിളിച്ചു പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിന്റെ മനസ്സിലുള്ള ഭാരം എല്ലാം തന്നെ പൊയ്ക്കോളുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺഹ വെറുതെ ഓരോന്നൊക്കെ വിളിച്ചു കൂവുകയാണ്. പക്ഷെ ചീഹ്വാൻ അങ്ങനെയൊക്കെ വിളിച്ച് പറയുവാനായിട്ട് ഭയങ്കര നാണമായിരുന്നു. അതുകൊണ്ട് തന്നെ ചീഹ്വാന് വേണ്ടി കൂടി ഓൺഹ അങ്ങനെ വിളിച്ചൊക്കെ പറയുന്നു. ഈ ഒരു സമയത്ത് ഓൺഹയുടെ മുടിയൊക്കെ ലൂസായിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് ചീഹ്വാനും. പിന്നീട് നീ വളരെ സുന്ദരിയായിരിക്കുന്നു എന്നൊക്കെ അവളുടെ മുഖത്ത് നോക്കിയും പറയുന്നു. പക്ഷെ ചെറുപ്പത്തില് ഇതുപോലെ തന്നെ ഹിനുവും അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഇതേ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞതിനെ കുറിച്ചും അവളിപ്പോൾ ഓർക്കുകയാണ്. നേരത്തെ ഓഫീസിൽ വെച്ചായിരുന്നല്ലോ പ്രശ്നമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്ന ഡോഹയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസ് ഒക്കെ പല പല ടൈപ്പ് ഓഫ് ഫുഡൊക്കെ കഴിക്കുവാനായിട്ടൊക്കെ കൊടുക്കുകയാണ്. എന്തായാലും ഈ ഒരു ഓഫീസിലെ ടോപ്പ് 3 ഹാൻസം ആയിട്ടുള്ള വ്യക്തികളിൽ നീയും 3-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ നിനക്ക് എല്ലാവരും ട്രീറ്റ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയ്സോ നിൽക്കുമ്പോഴത്തേക്കും ടോപ്പ് 3യോ അപ്പോൾ ടോപ്പ് 1ഉം 2ഉം ആരാണ് എന്നൊരു ചോദ്യമൊക്കെ ഹോങ്കയും ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്സോയും മാൻഹോയും നിൽക്കുന്നു. ടീമിന്റെ കമ്പനി മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇവർക്ക് എതിരായിട്ടൊരു കമ്പനിയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കമ്പനിയിലെ കുട്ടികളുടെ പ്രൊഡക്റ്റും ഇവരുടെ കുട്ടികളുടെ പ്രൊഡക്റ്റും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരുടെ പ്രൊഡക്റ്റിനാണ് കൂടുതൽ സെയിൽസ് ഒക്കെ ഉള്ളത്. ആ ഒരു ഹാപ്പിനെസ്സിലൊക്കെയാണ് എല്ലാവരും തന്നെ ഉള്ളത്. പിന്നീട് മീറ്റിംഗ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ജോയിങ്ങിനും ഒരു കോൾ വരുന്നത്. നേരത്തെ ഒളിച്ചും പാത്തുമൊക്കെ ഇവരുടെ ഫോട്ടോസൊക്കെ എടുത്ത വ്യക്തിയുടെ സ്ഥലമൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. സോ ജൂയങ്ങും ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുന്നു. മേഘോയും ഹോസ്പിറ്റലിലൊക്കെ പോയതായിരുന്നു. അങ്ങനെ ചെക്കപ്പ് ഒക്കെ നടത്തുന്ന സമയത്ത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ അവളും കേൾക്കുകയാണ്. മീഹോയുടെ കടയിലേക്കൊക്കെ ഉണഹെത്തി കഴിയുമ്പോഴത്തേക്കും നീ എങ്ങാനും ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിനക്ക് തോന്നുക എന്നൊക്കെ അവളുടെ അടുത്ത് മിഹോ ചോദിക്കുന്നു. ഞാൻ സിംഗിൾ മദറൊക്കെ ആവുകയാണെങ്കിൽ തന്നെ എന്താണ് ഇത്രയ്ക്ക് കുഴപ്പം? എനിക്ക് കൂട്ടായിട്ട് നീയില്ലേ? നീയുള്ളപ്പോൾ പിന്നെ എനിക്ക് എന്ത് നോക്കുവാനാണെന്നൊക്കെയാണ് ഉൺഹ പറയുന്നത്. നീ എങ്ങാനും അതുപോലെ സിംഗിൾ മദറൊക്കെ ആവുകയാണെങ്കിൽ നിന്റെ കുട്ടീനെ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് വളർത്തുന്നതായിരിക്കും. നീ എന്നോട് പോകുവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോവുകയില്ല. കുട്ടീനെ കിൻഡർ ഗാർഡനിലും സ്കൂളിലും പിന്നീട് കോളേജിലും ഞാൻ വിട്ട് പഠിപ്പിക്കുന്നതൊക്കെ ആയിരിക്കും. പിന്നെ നീ വർക്കിലെ തിരക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വേണ്ട കുട്ടീനെ നോക്കാൻ. എന്തായാലും സംഭവം നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹയും ഇരിക്കുന്നു. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഇപ്പോൾ ഇതിനെ കുറിച്ച് ചോദിച്ചത്? ഇനി നീ എങ്ങാനും പ്രഗ്നന്റ് ആണോ എന്നൊക്കെ സംശയത്തോടു കൂടി തന്നെ മീഹോയുടെ അടുത്ത് ഉൺഹ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാൺ ഉണ്ടായിട്ട് കൂടിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ എങ്ങനെയാണ് പ്രഗ്നന്റ് ആവുക എന്നൊക്കെ ഉൺഹയുടെ അടുത്ത് മീഹോയും തിരിച്ചു പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് 3 കാണാം. ബൈ.